കാസർഗോഡ് തെക്കിലിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ പ്രതിഷേധം. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ 500 കുടുംബങ്ങൾ ഒറ്റപ്പെടുന്നെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ദ്രുതഗതിയിൽ വർക്ക് നടക്കുമ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് പോകാനുള്ള ആക്സസോ ബസ് വേയോ ബസ് സ്റ്റോപ്പോ അതുള്ള സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാ അധികാരികളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ പോലും ഇതിനൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി ആരും തരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാട്ടുകാരുടെ സമരസമിതിയുടെ ഒക്കെ നേതൃത്വത്തിൽ വർക്ക് തടഞ്ഞിരിക്കുകയാണ്. ആ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ അധികാരികൾക്ക് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA രാവിലെ വന്നു. എല്ലാ വികസനത്തിനും ഞങ്ങൾ ആരും എതിരല്ല, പക്ഷേ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയായ രീതിയല്ല. ഷഫീഖ് നസറുള്ള കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീഖ്, നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്ന ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ, പ്രത്യേകിച്ച് ബേവിഞ്ച തെക്കിൽ ഭാഗങ്ങളിൽ ഈ ദേശീയപാത നിർമ്മാണത്തിൽ സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല. ആ ഭാഗങ്ങളിൽ വീടുകളില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു സർവീസ് റോഡ് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നത്. എന്നാൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ തെക്കിൽ എന്ന് പറയുന്നത്. അവർ നേരത്തെ മാസങ്ങളോളം സമരം നടത്തിയിരുന്നു. ആ സമരത്തെ തുടർന്ന് അവർക്ക് നേരിട്ട് ദേശീയപാതയിലേക്ക് വഴി ഒരുക്കും, ദേശീയപാതയിൽ നിന്ന് അവരുടെ നാട്ടിലേക്കുള്ള ഗ്രാമീണ റോഡുകളിലേക്ക് ബന്ധിപ്പിക്കുന്ന സ്വഭാവത്തിൽ ക്ലിപ്പേകൾ ഒരുക്കി നൽകും എന്ന് പറഞ്ഞായിരുന്നു അന്ന് അവർ സമരം അവസാനിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ സൗകര്യമുള്ള ഒരു അടിപ്പാതയും നൽകും എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ചെറിയ ഒരു അടിപ്പാതയാണ് നൽകിയത്. അത് ഫയർഫോഴ്സിന്റെ വണ്ടിയോ മറ്റു വലിയ വാഹനങ്ങളോ വരാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള അടിപ്പാതയല്ല. ആ സമയത്തും ദേശീയപാത അധികൃതരും ബന്ധപ്പെട്ടവരും നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ് ഇവരുടെ ഗ്രാമീണ റോഡിൽ നിന്ന് നേരിട്ട് ദേശീയപാതയിലേക്കുള്ള സ്ലിപ്വേകൾ അനുവദിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ആ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ അതിന്റെ ഇരുവശങ്ങളിലും വലിയ ഭിത്തികൾ നിർമ്മിക്കുന്നു. സ്ലിപ്വേകൾ ഒന്നും തന്നെ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. പിന്നീട് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും തലത്തിൽ ചർച്ച നടത്തി. ഇന്ന് ഈ സമരം തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനും നാളെ കലക്ടറുമായി ചർച്ച ചെയ്തതിനു ശേഷം എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തതിനു ശേഷം നിർമ്മാണം പുനരാരംഭിക്കാം എന്ന രൂപത്തിലാണ് ഇപ്പോൾ ചർച്ചയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം നിർത്തിവെച്ചിട്ടും സമരവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവസാനിച്ചു. ശരി, കാസർഗോഡ് തെക്കിലാണ് ദേശീയപാത നിർമ്മാണത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളാണ് ഷഫീഖ് നസറുള്ള